കുറച്ചധികം നാളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സേവ്ഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇന്നാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ പാപ്പുട്ട്, കൂർഗുകാരുടെ സ്പെഷ്യൽ ഐറ്റം പാപ്പുട്ട്. അപ്പം ഞാനിതേ ഇവിടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് പുട്ടുപൊടിനകത്തേക്ക് 1/4 കപ്പ് പാലും ഒരു അര ടീസ്പൂൺ ഉപ്പ്, ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ചും കൂടി പാലും കൂടെ ചേർത്തിട്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി നെയ്യ് തടവിയെടുത്ത് ഒരു പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് നല്ല ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോൾ നമ്മുടെ പാപ്പിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുള്ള നോൺ വെജ് കറിയുടെ കൂടെയാണ് ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കിയത്. കാരണം ഇവിടെ നല്ല ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നേ. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ചിക്കൻ കറിക്കൊപ്പമല്ല എനിക്കിഷ്ടം തോന്നിയത്, നല്ല ചൂട് ചായക്കൊപ്പം വെറുതെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. സത്യം പറഞ്ഞാൽ ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചിട്ട് എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയില്ല. പിന്നെ ചായയുടെ കൂടെ കഴിക്കുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നെപ്പോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതുപോലെ ചൂട് ചായക്കൊപ്പം ഒന്ന് കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ.